നാടിൻ്റെ അഭിമാനമാണ്. നാടിൻ്റെ പ്രിയപ്പെട്ട ഈ സ്കൂള് ഗവൺമെൻറ് UP സ്കൂൾ കൂട്ടക്കനി, കാസർഗോഡ് ജില്ല. വിദ്യാഭ്യാസ വകുപ്പും വിക്ടേഴ്സ് ചാനലും ITH സ്കൂളും ചേർന്നാണ് സംസ്ഥാനത്തെ സ്കൂളുകൾക്കായി മത്സരം സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ മികച്ച സ്കൂളുകളടക്കം 300 അപേക്ഷകർ. ഇതിൽ നിന്ന് 127 സ്കൂളുകളെ ആദ്യം തെരഞ്ഞെടുത്തു. അവസാന റൗണ്ടിൽ എത്തിയത് 10 വിദ്യാലയങ്ങളാണ്. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന അവസാന മത്സരത്തിൽ കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂൾ ഒന്നാമതെത്തി. സമ്മാനത്തുക 15 ലക്ഷം രൂപ. വിജയികൾ ശരിക്കും ഞെട്ടി. പലരും ഉറക്കെ നിലവിളിച്ചു. കേരളത്തിലെ ഒരു മികച്ച സ്കൂളായി ഞങ്ങൾ സ്കൂളിനെ തിരഞ്ഞെടുത്തതിലേക്ക് വലിയ സന്തോഷം. പിറ്റേന്ന് നാട്ടിലാകെ ആഘോഷം. കൂട്ടക്കനി സ്കൂളിനെ നെഞ്ചിലേറ്റുന്ന നാട്ടുകാർ എല്ലാവരും വിദ്യാലയത്തിന്റെ നേട്ടത്തിൽ ആഹ്ലാദിച്ചു. ഒരു വിദ്യാലയത്തെ മികച്ചതാക്കുന്നത് വലിയ കെട്ടിടങ്ങളും വലിയ സൗകര്യങ്ങളും അല്ലെന്നും വിദ്യാർത്ഥികളുടെ വളർച്ചയാണെന്നും ഈ ബഹുമതി ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പിന്നോക്കത്തിലുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ തങ്ങളുടെ അത്രയും സ്വന്തം മക്കളെ പോലെ കരുതിക്കൊണ്ട് അവർക്ക് വിദ്യ പകർന്നു കൊടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ഈ വിദ്യാലയത്തിന് കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരത്തെ ഞങ്ങൾ കാണുന്നത്. ഈ കൊച്ചു വിദ്യാലയത്തിൽ 5 വർഷമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ ബഹുമതി. അന്നത്തെ പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു തുടക്കം. അവർ അധ്യയനത്തെ ആഘോഷമാക്കി മാറ്റി. പഠന പ്രവർത്തനങ്ങളെ അവർ ക്ലാസ് മുറിക്കകത്തു നിന്നും പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു. തെളിനീർ ഹരിതസേനയുടെ നേതൃത്വത്തിൽ 1000 മരങ്ങൾ വച്ചുപിടിപ്പിച്ചാണ് കൂട്ടക്കനി സ്കൂൾ ഹരിത വിദ്യാലയം എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവട് വച്ചത്. സ്കൂളിലും വീട്ടിലും നാട്ടിലും കുട്ടികൾ മരങ്ങൾ നട്ടു. വിദ്യാലയത്തിൽ ഔഷധത്തോട്ടമുണ്ടാക്കി. പലതരം കൃഷികൾ തുടങ്ങി. ഈ കുട്ടികളാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ കൂട്ടക്കനി സ്കൂളിനു വേണ്ടി പങ്കെടുത്തത്. നവനീത്, പ്രിയങ്ക, അർജുൻ, വിസ്മയ, മഞ്ജുഷ, സുജേഷ്. ഈ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ പച്ചപ്പാണ് കൂടുതലും ആൾക്കാരെ നമ്മളെയും ആകർഷിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ ചുമരുകൾ തന്നെ നോക്കിയാൽ അറിയാം, എല്ലാം പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. പഠനത്തെ അനുഭവത്തിലൂടെ അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ലക്ഷ്യം നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ തോട്ടു വരമ്പ പോകുമ്പോ തോട്ടു വരമ്പത്തുണ്ട് ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ മുളവടി പോലൊരു മറുപടി കൊണ്ട് ബോംബോ തെയ്യോം തിനന്തിന്നോ തെയ്യം താരാ തക തെയ്യോം തിനന്തിന്നോ തെയ്യം താരാ തെയ്യോം തിനന്തിന്നോ തെയ്യം താരാ. കുട്ടികളെ നല്ലവരാക്കാൻ ഏറ്റവും നല്ല മാർഗം അവരെ സന്തുഷ്ടരാക്കുകയാണ്. കുറെ അധ്യാപകരുടെ കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ ഫലമാണ് ഇത്. അതുകൊണ്ട് അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു ഇത് ശിശു സൗഹൃദ വിദ്യാലയമാണ് എന്ന്. ഇവിടെ കുട്ടികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. ജൈവ വൈവിധ്യ വർഷവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിന്റെ ചുവരുകളിൽ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളുടെ സമ്മേളനം. ക്ലാസ് മുറിയും ചുറ്റുപാടും വൃത്തിയായിരിക്കുന്നു എപ്പോഴും. ആരും ഒന്നും വലിച്ചെറിയുന്നില്ല. മുറ്റത്ത് മുള കൊണ്ടുള്ള ഒരു കുട്ട വെച്ചിട്ടുണ്ട്. പാഴ്വസ്തുക്കൾ അതിൽ ഇട്ടോളൂ.
കനിമൊഴി എന്ന പേരിൽ കുട്ടികളുടെ റേഡിയോയും പത്രവും, കുട്ടികൾക്ക് ചെന്നിരുന്ന് വായിക്കാൻ വായനാ കൂടാരം. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കൂട്ടക്കനി സ്കൂളിലെ 14 അധ്യാപകരുടെ സേവനം ഏറ്റവും മാതൃകാപരമായിരിക്കുന്നു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മക്കളായ ഈ കുഞ്ഞുങ്ങളെ ഗൃഹപാഠങ്ങളിൽ പോലും സഹായിക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് ആവില്ല. എല്ലാം ഈ അധ്യാപകരുടെ മികവാണ്. ഇവിടെ നമ്മൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും നേരത്തെ നമ്മൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞതെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങളില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാം പഠന പ്രവർത്തനങ്ങൾ തന്നെയാണ്. സാമൂഹ്യ നിലവാരം കുറച്ച് പിന്നോക്കാവസ്ഥയാണ്. കുട്ടികൾ വീട്ടിൽ നിന്ന് വലിയൊരു ശിക്ഷണം കിട്ടൂല. അതായത് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കഴിവ് വീട്ടുകൾ രക്ഷിതാക്കൾക്കില്ല. എങ്കിലും കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് അത് മുഴുവൻ പ്രവർത്തനത്തിൽ ശരിക്കും പങ്കാളികളാകുന്നുണ്ട്. അതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അറിവിൻ കൂട്ടത്തിൽ വെച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന ആളുണ്ട്. ഒരു സാധാരണ സർക്കാർ വിദ്യാലയത്തിന് ഇത് സാധിക്കുമെങ്കിൽ നമ്മുടെ ഏറെ പിന്നാക്കം നിൽക്കുന്ന വിദ്യാലയങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണക്കാർ ആരാണ്? അത് അധ്യാപകരാണെങ്കിൽ അവർ കൂട്ടക്കനി സ്കൂളിൽ വന്ന് കാണുക. ഒരു വിദ്യാലയവും സമൂഹവും എങ്ങനെയാണ് പരസ്പരം ആശ്രയിച്ച് കഴിയുന്നതെന്ന് വ്യക്തമാവും.